എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ PSC പഠിക്കണം, ഗവൺമെൻറ് ജോലി വേണം, എന്തായാലും ആഗ്രഹമുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള സൗകര്യമോ സന്ദർഭമോ ഒന്നും അവർക്കുണ്ടാവില്ല. വീട്ടിലെ ജോലിയും കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ നോക്കി ഒട്ടും സമയം തികയില്ല. അതുപോലെ ജോലിക്ക് പ്രൈവറ്റ് സെക്ടറൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, പ്രഷറും കാര്യവും, അതിനിടയിൽ ഒന്നും പഠിക്കാനും കഴിയില്ല. അപ്പോൾ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡെയിലി ഒരു 2 മണിക്കൂർ, അല്ലേ പോട്ടെ 1 മണിക്കൂർ, രാവിലെ ഒരു ടോപ്പിക്ക്, രാത്രി ഒരു ടോപ്പിക്ക് എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മുതലേ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റും. പിന്നെ വോയിസ് വേണമെങ്കിൽ നിങ്ങളെ സൗകര്യം 1.5 1.25 ഇട്ട് കേൾക്കുക. പിന്നെ ഒരു തവണ കേട്ടതിന് ശേഷം പിന്നെയും ക്ലാസ് ഒരു തവണ കൂടി കേൾക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ക്വസ്റ്റിനാണ് കിട്ടാത്തതെന്നുള്ള രീതിയിൽ നോക്കുക. അപ്പോൾ ഇത് സെക്കൻഡ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു, വേദങ്ങൾ പഠിക്കുന്നു. അതായത് ചതുർവേദങ്ങൾ. ഏതൊക്കെയാണ് വേദങ്ങൾ, അതിൻ്റെ ബുള്ളറ്റ് പോയിൻ്റായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന കൂട്ടത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ചതുർവേദങ്ങളാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് ചതുർവേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങളാണ് ഉള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്ന് നിങ്ങളും കൂടി മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിട്ടാ. അപ്പോൾ കണ്ണ് വേണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കേൾക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ നിന്ന് കൊടുത്തേക്കുക. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആദ്യം തന്നെ നമുക്ക് ഏത് പഠിക്കാം? ഋഗ്വേദം പഠിക്കാം. ഋഗ്വേദമാണ് ഏറ്റവും പഴയത്. ഏറ്റവും പഴയ വേദം എന്നറിയപ്പെടുന്ന ഏതാണ്? ഋഗ്വേദമാണ്. BC 1500-നും 1000-നും ഇടയിലാണ് ഋഗ്വേദം എഴുതപ്പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. BC 1500-നും 1000-നും. അപ്പോൾ ഏറ്റവും പഴയതാണ്. BC 1500-നും 1000-നും ഇടയിലാണ് രചിക്കപ്പെട്ടത്. ആദിവേദം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അഗ്നി, വരുണൻ, ഇന്ദ്രൻ, ഈ 3 ദേവന്മാരെയാണ് ഇതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, സ്തുതിക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്ദ്രൻ, അഗ്നി, വരുണൻ. ഋഗ്വേദത്തിൽ പ്രധാനമായിട്ടും 10 അധ്യായങ്ങളാണ് ഉള്ളത്. ആ അധ്യായങ്ങൾ മണ്ഡലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഋഗ്വേദത്തിൽ 10 അധ്യായങ്ങളാണ് ഉള്ളത്. അത് മണ്ഡലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഗായത്രി മന്ത്രം ഏതിലാണ്? ഋഗ്വേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഓം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ ഓം എന്ന വാക്ക് 1028 തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഋഗ്വേദം ഏറ്റവും പഴയതാണ്, ആദിവേദം എന്നറിയപ്പെടുന്നു. ഇന്ദ്രനും അഗ്നി, വരുണൻ എന്നീ ദൈവങ്ങളെയാണ് സ്തുതിക്കുന്നത്. പിന്നെ ഗായത്രി മന്ത്രം ഇതിലാണ് വരുന്നത്. 10 അധ്യായങ്ങളാണ് ഉള്ളത്. മണ്ഡലം എന്നാണ് അതറിയപ്പെടുന്നത്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ്. ഓം എന്ന വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1028 തവണ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തവരാണ് ആരൊക്കെ? വള്ളത്തോൾ, OMC നാരായണൻ നമ്പൂതിരിപ്പാട്. ആരൊക്കെയാണ്? വള്ളത്തോളും OMC നാരായണൻ നമ്പൂതിരിപ്പാടും ഋഗ്വേദം എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അടുത്തത് സാമവേദം. സാമവേദം തന്നെ കേൾക്കുമ്പോൾ നമുക്കെന്താ പാട്ട് ഓർമ്മ വരും അല്ലേ? സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ അല്ലേ, പാട്ടില്ലേ? എനിക്ക് പാടാൻ അറിയില്ല, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ സാമവേദം എന്താണ്? സംഗീതമാണ് സാമവേദത്തിലെ പ്രധാന പരാമർശം. അതുപോലെ തന്നെ അധികം ചരിത്ര പ്രാധാന്യം ഇല്ലാത്തൊരു വേദം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? സാമവേദമാണ്. അതുപോലെ സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഏത്? ഗന്ധർവവേദം എന്ന് പറയുന്നത്. സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം.
അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഋഗ്വേദം ഏറ്റവും പഴയത് 1000-നും 1500-നും 1000-നും ഇടയിൽ രചിക്കപ്പെട്ടു. ആദിവേദം എന്നറിയപ്പെടുന്നുണ്ട്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ്. ഇന്ദ്രൻ അഗ്നി വരുണനെ സ്തുതിക്കുന്നുണ്ട്. 10 അധ്യായങ്ങൾ മണ്ഡലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സാമവേദം സംഗീതമാണ്. അതുപോലെ തന്നെ ഗന്ധർവവേദമാണ് അതിൻ്റെ ഉപവേദം എന്നറിയപ്പെടുന്നത്. ചരിത്ര പ്രാധാന്യം അത്ര ഇല്ലാത്തതാണ് സാമവേദം. അടുത്തത് യജുർവേദം. ഗദ്യരൂപത്തിലുള്ള ഏകവേദമാണ് യജുർവേദം. ഗദ്യരൂപത്തിലുള്ള ഏകവേദമാണ് ഇത് യജുർവേദം. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം. യജുർവേദം 2 തരത്തിൽ വരുന്നുണ്ട്. കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. കൃഷ്ണ യജുർവേദം എന്ന് പറയുന്നത് കറുപ്പാണ്. ശുക്ല യജുർവേദം എന്ന് പറയുന്നത് വെളുപ്പാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സത്മന്ത്രങ്ങളും അതുപോലെ തന്നെ ദുർമന്ത്രങ്ങളുമാണ് വരുന്നത്. സത്മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശുക്ല യജുർവേദവും അതുപോലെ തന്നെ ദുർമന്ത്രം എന്ന് പറയുന്നത് കൃഷ്ണ യജുർവേദവുമാണ്. അപ്പോൾ നല്ലതെന്ന് പറയുമ്പോൾ വൈറ്റ്, മോശം എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, ആ ഒരു ഫീൽ എടുത്താൽ മതി. ഓക്കെ. അടുത്തത് അഥർവവേദമാണ്. ചതുർവേദങ്ങളിൽ 4ാമത്തതാണ് ഇത് അഥർവവേദം. മറ്റുള്ള വേദങ്ങളെക്കാളും കുറച്ചും കൂടി പുതിയതാണ് ഇത് അഥർവവേദം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെന്ത് വരുന്നുണ്ട്? ഈശ്വര ഉപാസനക്ക് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്? ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷ, ശത്രു നിവാരണം, ഐശ്വര്യപ്രാപ്തി തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. അഥർവവേദത്തിൻ്റെ ഏതാണ്? ആയുർവേദം. നമ്മൾ യജുർവേദത്തിൻ്റെ ഏതാ പറഞ്ഞത്? ധനുർവേദമാണ്. അഥർവവേദത്തിൻ്റെ ഏതാണ്? ആയുർവേദമാണ്. അതേപോലെ തന്നെ ഏറ്റവും ബൃഹത്തായ വേദം കൂടിയാണ് അഥർവവേദം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളിപ്പം വേദങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ് വേദങ്ങൾ? 4 വേദങ്ങളാണ് ഉള്ളത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അതിൽ ഋഗ്വേദമാണ് ഏറ്റവും പഴയത്. 1500-1000-നിടയിൽ രചിച്ചു. 1028 ദേവസ്തുതികളുണ്ട് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രൻ, അഗ്നി, വരുണൻ എന്നീ ദേവതകളെയാണ് സ്തുതിക്കുന്നത്. ഗായത്രി മന്ത്രം ഇതിലാണ് വരുന്നത്. 10 അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങൾ മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലേ? ഇത്രയാണ് ഋഗ്വേദം കോമൺ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെയുള്ളത് സാമവേദം. സാമവേദം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സംഗീതമാണ് പ്രധാന വിഷയം. അധികം ചരിത്ര പ്രാധാന്യം ഇല്ലാത്തതാണ് സാമവേദത്തിൽ വരുന്നത്. പിന്നെന്താ അതിൽ പറഞ്ഞത്? സാമവേദത്തിൻ്റെ ഉപവേദം പറഞ്ഞു അല്ലേ? ഗന്ധർവവേദമാണ് സാമവേദത്തിൻ്റെ ഉപവേദം എന്ന് പറയുന്നത്. പിന്നെ യജുർവേദം എന്താണ്? ഗദ്യരൂപത്തിലാണ് യജുർവേദം വരുന്നത്. അതിൽ സത്മന്ത്രങ്ങളും ഉണ്ട്, ദുർമന്ത്രങ്ങളും ഉണ്ട് അല്ലേ? പിന്നെ ഏറ്റവും അവസാനത്തത് അഥർവവേദം. അത് എന്താണ്? ഏറ്റവും ആധുനികതയിൽ ലാസ്റ്റിൽ വരുന്നതാണ്. കുറച്ചും കൂടി പുതുമയുള്ളതാണ്, ആധുനികയാണ്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? ആഭിചാര പ്രയോഗങ്ങളും ആത്മരക്ഷാ, ശത്രു നിവാരണവും ഐശ്വര്യപ്രാപ്തി തുടങ്ങിയ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഒന്നാണ് എന്ത്? അഥർവവേദം. അതിൻ്റെ അതായത് ഉപവേദമായിട്ട് വരുന്നതാണ് ആയുർവേദം. നമുക്കിനി ഒരു 5 PYQ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ. ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്താണ്? എന്താണ് ശ്രീകൃഷ്ണൻ്റെ ശംഖ്? പാഞ്ചജന്യം. ശ്രീകൃഷ്ണൻ്റെ ശംഖാണ് പാഞ്ചജന്യം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒറ്റക്കൽ മണ്ഡപം. ഒറ്റക്കൽ മണ്ഡപം എവിടെയാ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. തൃപ്പൂത്താറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ്? ചെങ്ങന്നൂർ ദേവി ക്ഷേത്രത്തിൽ. തൃപ്പൂത്താറാട്ട് ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം. തൃപ്പൂത്താറാട്ട് വിശേഷം എവിടെയാണ്? ചെങ്ങന്നൂർ ദേവി ക്ഷേത്രത്തിൽ. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവനാണ് ഭരതൻ. ആരാണ്? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ഭരതൻ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളാണുള്ളത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടക്ക് വെച്ചതാര്? മാർത്താണ്ഡവർമ്മ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടയ്ക്ക് വെച്ചതാര്? ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടയ്ക്ക് വെച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് ഇത് 2 ക്ലാസ്സും, ക്ലാസ് 1ഉം 2ഉം നന്നായി കേട്ട് പഠിക്കുക. ആദ്യത്തേൽ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്, രണ്ടാമത്തേൽ നമ്മൾ വേദങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു 10
ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ടോപ്പിക്ക് കവർ ചെയ്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം.